ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിലേക്ക് പോവാണ്. നല്ല മഴ ദിവസമായിരുന്നു, അപ്പോൾ കാറിൽ പോവാമെന്ന് വിചാരിച്ചു. പോണ വഴി തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ജിമ്മിലെത്തി നല്ലൊരു വർക്കൗട്ടൊക്കെ ചെയ്തു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു. കർക്കിടക മാസമല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളുണ്ട്. അമ്മയും വീട്ടിലെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ചേച്ചിമാരും കൂടി നല്ല പണിയിലായിരുന്നു. അവരപ്പോൾ കോഴിമരുന്നിനുള്ള കൂട്ടുകൾ വറുത്ത് വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കർക്കിടക കഞ്ഞി ഉണ്ടല്ലോ, അതിന് വേണ്ടി ഉള്ള മരുന്നുകൾ വറുക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കർക്കിടക ഉണ്ടയാണ്. ഇത് ഇന്നും ഉണ്ടാക്കി ഉച്ചയായപ്പോഴേക്കും അതിൻ്റെ പണികളൊക്കെ തീർന്നു. ഉണ്ട ഉണ്ടാക്കി പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അച്ഛനും കൂടെ ചാലക്കുടി പോവാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മരുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊടിക്കാനായിട്ട്. അപ്പോൾ പോണ വഴി മാർക്കറ്റിൽ നല്ല ചീര കണ്ടപ്പോൾ ഞാനത് വാങ്ങി. ചാലക്കുടിയിലുള്ള ലക്ഷ്മി മിൽസിലാണ് ഞങ്ങൾ സ്ഥിരം മരുന്നുകൾ പൊടിപ്പിക്കാറ്. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മില്ലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമായിരുന്നു. അവിടുത്തെ മെഷീൻസൊക്കെ, അരി വറക്കണ മെഷീൻസ്, ഇത് വെളിച്ചെണ്ണ ആട്ടണ മെഷീൻ, അങ്ങനെ അവിടുത്തെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്താണ് കേട്ടോ ഈ മില്ല്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. അപ്പം കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ അമ്മ മണിക്കുട്ടിക്ക് പുല്ലിട്ട് കൊടുക്കാൻ പോവായിരുന്നു. മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ പശുവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പുല്ലിട്ട് കൊടുക്കാൻ പോവാണ്. മണിക്കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സായി. ഈ കാണുന്ന ബ്ലാക്ക് കളർ കോഴിക്കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെട്ടതാണ്. അത് ചെറുതായിരുന്നപ്പോൾ വന്നതാണ്. ഇപ്പോൾ ഇച്ചിരി വലുതായിട്ടുണ്ട്. ഇത് എപ്പോഴും മണിക്കുട്ടിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഈ കോഴിക്കുഞ്ഞിനെ ഏതോ പക്ഷി, പരുന്തോ കാക്കയും കൊണ്ട് കൊണ്ടിട്ടതാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. രാത്രി ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ചീര വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചീര തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ സ്പെഷ്യലായിട്ട് മുട്ടയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചതച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ചീര അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വയ്ക്കുക. പകുതി വേവാകുമ്പോൾ നമ്മൾ ചീരയിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചീര റെഡിയാണ്. അത് കുറച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡിയാവും. ഇങ്ങനെ അത് എനിക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. മുമ്പ് അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഇങ്ങനെ റെഡ് ചീരയിൽ ചോറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് അമ്മയ്ക്ക് ഇന്ന് ഡിന്നറ്. ഞങ്ങൾ നേരത്തെ ഡിന്നർ കഴിക്കും, കാരണം വെയിറ്റ് ലോസിന് ഒരു 6:37 ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അമ്മ ഈ ചീരയും ചോറും പിന്നെ അച്ചാറും പപ്പടമാണ് കഴിച്ചത്. പിന്നെ ഞാൻ ചപ്പാത്തി കഴിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു. അച്ഛൻ വരാൻ വൈകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.